1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ദീനസേവന സഭയിൽപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ പ്രാർത്ഥനകളും അവരുടെ ആത്മീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭൗതിക മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സുദീർഘമായ രീതിയിൽ കഴിഞ്ഞ അനവധി വർഷങ്ങളായിട്ട് അടുത്ത കാലത്താണ് ഈ സഭയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ സ്ഥാപക അമ്മയായ മദർ പേത്രായുടെ ജന്മശതാബ്ദി ആഘോഷിക്കുകയുണ്ടായി. ഈ ആഘോഷങ്ങളിലൂടെയൊക്കെ തന്നെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഏകദേശ രൂപം ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോഴിക്കോട് കണ്ണൂർ രൂപതയുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ഇന്ന് ഭാരതത്തിലെ മിക്ക രൂപതകളിലും ഇവർ പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല ഇവരുടെ പ്രവർത്തന മേഖല വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദീനസേവന സഭയുടെ മെൻ്റലി ചലഞ്ചഡ് വിഭാഗത്തിലെ ഏറ്റവും ആദ്യത്തെ ഹോമാണ് പട്ടുവത്തുള്ള തെരേസ ഹോം എന്നുള്ളത്. അവിടെ ഏകദേശം 5ഓളം സിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള സ്റ്റാഫും ഉണ്ട്. അവരെ അവരുടെ ജീവിതത്തിന് വേണ്ട വിധത്തിൽ അവരുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാനായിട്ട് ഇവർ അവിശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികളിൽ നമുക്ക് ഈ വളർച്ച കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് പ്രാർത്ഥിക്കും, നിഷ്കളങ്കമായി നിന്ന് പ്രാർത്ഥിക്കും. ആൾക്കാരിപ്പോൾ കാണാനായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർ പറയും, സിസ്റ്റർ ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിന് വേണ്ടി ഒരു കല്യാണം നടക്കണം, അല്ലെങ്കിൽ മക്കളില്ല, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത്
1 വർഷം കഴിയുമ്പോഴൊക്കെ ഇവർ തിരിച്ചു വരും. ഇവർ വന്നിട്ട് പറയുന്ന, ചേച്ചി അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടില്ലേ, ഞങ്ങൾക്കിതാ മക്കളെ കിട്ടി, ഞങ്ങൾ ഇതാണ്ട് കല്യാണം, മോൻ്റെ കല്യാണം കഴിഞ്ഞ്, അങ്ങനെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു കെട്ടിടമാണ് സെൻറ്റ് തെരേസ ഹോം. പിന്നെ പറയുവാണെങ്കിൽ ഇവിടെ ഞങ്ങൾ സ്റ്റാഫുകൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. പിന്നെ സമൂഹത്തിൽ ഇപ്പോൾ ഇവരെ ഉയർത്തേണ്ട എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് പഞ്ചായത്തിലൊക്കെ നടത്താറുണ്ട് കലാപരമായിട്ട്. അപ്പോൾ നമ്മൾ അതിനെല്ലാം പങ്കെടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഒത്തിരിയേറെ സമ്മാനങ്ങളും കിട്ടാറുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കുഞ്ഞുങ്ങളെ പല വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഇതിൽ. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ പദ്ധതി തൊട്ട് നമ്മൾ ഭിന്നശേഷി കലാമേളയ്ക്ക് പദ്ധതിയിൽ നിന്ന് തന്നെ പണം മാറ്റി വെക്കുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ ഇവിടുത്തെ കുഞ്ഞുമക്കൾ വന്നിട്ട് പിന്നെ പലതരത്തിലുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെമ്പർ ആയതിനു ശേഷം എനിക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം ഉണ്ടായ ഒരു ദിവസമാണ് ആ ഭിന്നശേഷി കലാമേള കഴിഞ്ഞ ദിവസം. കാരണം നമ്മൾ മാറ്റിവെച്ച പദ്ധതിയുടെ പണം പൂർണ്ണമായിട്ട് അതിൻ്റെ സംതൃപ്തിയോടുകൂടി അത് നമ്മളൊരു കാര്യം ചെയ്തു എന്ന് തോന്നിയിരുന്നു. കാരണം കുട്ടികൾ അത്രയും നമ്മൾ ആ ഒരു ദിവസത്തെ ഫുൾ അവരുടെ ഭക്ഷണം എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ് അവരവിടേക്ക് വിളിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കുട്ടികൾ പ്രോഗ്രാം അവതരിപ്പിച്ചു. നിഷ്കളങ്കമായിട്ട് അവർ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലുള്ള ആ സംഘർഷമൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ നമുക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് നമുക്കൊരു വല്ലാത്തൊരു ഉന്മേഷം കിട്ടിയ ഒരു ദിവസം കൂടിയായിരുന്നു. ഞാൻ 1970 മെയ് മാസത്തിൽ ഇവിടെ വരുമ്പോൾ മദർ പള്ളിയിൽ പോകുമ്പോൾ സൈക്കിൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുർബാന കഴിയുമ്പോൾ മദാമ്മ എന്ന് വിളിച്ച് എല്ലാവരും മദറിൻ്റെ ചുറ്റും കൂടും. അപ്പോൾ അവരുടെ എല്ലാ കുശല പ്രശ്നങ്ങളും കേട്ട് അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് മദർ മഠത്തിലേക്ക് മടങ്ങുക. മഠത്തിൽ വരുമ്പോഴത്തേക്കും ആ പുഞ്ചിരിയൊന്ന് കാണുവാനും പല പല ആവശ്യങ്ങൾക്കായിട്ടും ധാരാളം പേര് ഈ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പം അത് പറയും, ഇത്ര പാവപ്പെട്ടവരാണെങ്കിലും അവരുടെ വ്യക്തിത്വം നമ്മൾ മനസ്സിലാക്കി കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ച് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കേട്ട് കഴിഞ്ഞ് അവരെ പറഞ്ഞു വിടും. ഞാൻ ഹൗസ് സൂപ്പീരിയർ ആയിരിക്കുമ്പോഴാണ് 1976 ആക്സിഡൻറ്റിൽ മദർ മരിക്കുന്നത്. ഞാൻ അന്ന് ഇവിടെ സുപ്പീരിയർ ആയിരിക്കുമ്പോൾ ആയതുകൊണ്ട് അന്നത്തെ ആ ദിവസത്തെ എനിക്ക് ഇന്നും ഓർക്കാൻ സാധിക്കാത്ത ഒരു അവസരമായിരുന്നു. അതെല്ലാം തരണം ചെയ്തത് വിവരിക്കാനാകാത്ത ഒരു സാഹചര്യമായിരുന്നു. അമ്മ മരിച്ച മക്കൾ സഭ ആരും പ്രതീക്ഷിക്കാത്ത വിധം വളർന്നുകൊണ്ടിരിക്കുകയും സഭയിൽ ധാരാളം അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവരെല്ലാവരും അമ്മ ഇല്ലാത്ത മക്കളായി എന്നുള്ള ആ സങ്കടാവസ്ഥയിൽ കരഞ്ഞും വിളിച്ചും പറയുമ്പോൾ നമ്മൾക്കൊരു ആശ്വാസ വാക്ക് പോലും പറയുവാൻ അന്ന് സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ആ ദിവസങ്ങൾ എല്ലാം കഴിഞ്ഞു. പത്രോണി പിതാവ് ഇവിടെ വരികയും ഞങ്ങൾക്ക് ആശ്വാസം പകർന്നു തന്ന് ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കൈപിടിച്ച് നടത്തുകയും ചെയ്തു. മദറിൻ്റെ മരണശേഷം സഭയിൽ 7 വർഷം മാത്രം പ്രായമുള്ള സഭാ അംഗങ്ങളിൽ ആരും നിത്യവ്രതം പോലും ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ സഭയെപ്പറ്റിയും റിലീജിയസ് ലൈഫിനെ പറ്റിയും ഒക്കെ അറിവുള്ള ഏക വ്യക്തി അന്ന് മദർ വില്ലുകാടാണ്. ഈ സാഹചര്യത്തിൽ പത്രോണി പിതാവാണ് മദർ വില്ലുകാടിനെ ദീനസേവന സഭയുടെ ജനറലായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. അന്ന് ഒരു അപ്പോയിൻമെൻറ്റ് മാത്രമായിരുന്നു നടന്നത്. തുടർന്ന് മദറിൻ്റെ നേതൃത്വത്തിൽ ഈ സഭയെ മുന്നോട്ട് നയിക്കുവാനും വളർത്തിയെടുക്കുവാനും ആത്മീയവും ബൗദ്ധികവുമായി
എല്ലാ കാര്യങ്ങളിലും മാതൃസഭയെ നയിച്ചത് ഒരു വലിയ ദൈവാനുഗ്രഹമായിരുന്നു. ഞാൻ മെയിൻലി സോഷ്യൽ സർവീസ് ഫീൽഡിലാണ് ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഞാൻ എൻ്റെ കേരള പ്രോവിൻസിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു കൗൺസിലറായിട്ട് സേവനം അനുഷ്ഠിച്ചു കൊണ്ടുവരികയായിരുന്നു. അതിനിടയ്ക്കാണ് 2 മാസമേ ആയിട്ടുള്ളൂ ഞാൻ അഡോപ്ഷൻ സെൻറ്ററിലേക്ക് ഇവിടുത്തെ ചാർജ് ഏറ്റെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അഡോപ്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുഞ്ഞുങ്ങളെ ദത്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ ഈ ഒരു സെൻറ്റർ വഴിയായിട്ട് മക്കളില്ലാത്ത ഒത്തിരി ദമ്പതികൾക്ക് വളരെയധികം സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷനാണ് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അഡോപ്ഷൻ്റെ സർവീസും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻലി ഇതൊരു സെൻറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുവാനും ഈ ഒരു സെൻറ്റർ വഴിയായിട്ട് പല ഏജൻസികളുമായി ബന്ധപ്പെടുവാനും അങ്ങനെ കുഞ്ഞുങ്ങളെ ലഭിക്കുവാനും ഇടയാകുന്നുണ്ട്. അതൊരു വലിയ സർവീസായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുമക്കളാണ് ഞങ്ങളുടെ ഈ സെൻറ്ററിലുള്ളത്. അവരോട് കൂടെ ആയിരിക്കുമ്പോൾ, അവരോട് കൂടെ സമയം ചെലവിടുമ്പോൾ ഈ ഒരു ലൈഫിന് വളരെയധികം വിലയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവരുടെ ഒപ്പം അവരിൽ ഒരാളായി, അവരുടെ ഒരു ചേച്ചിയായി, അവരുടെ ഒരു അമ്മയായി ജീവിക്കാനായിട്ട് ഈ ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. 1974 ഡിസംബർ 31 ഞാനിവിടെ വന്നു. 1975 ജനുവരി 3 എൻ്റെ അഡ്മിഷൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോസ്റ്റൻസ് കഴിഞ്ഞു, നോവിഷ്യറ്റ് കയറി ആദ്യത്തെ 1 വർഷമായപ്പോഴാണ് മദർ മരിക്കുന്നത്. അപ്പോൾ മദർ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ നോവിഷ്യറ്റൊക്കെ പിന്നെ അടുത്തുള്ള മദർ പൂർത്തിയാക്കി. അങ്ങനെ ഞാൻ 1977 ജൂൺ 7 സിസ്റ്ററായി. ഇപ്പം 48 വർഷമായി സഭയിൽ വന്നിട്ട്. സിസ്റ്ററായിട്ട് 46 വർഷം, സഭയിൽ വന്നിട്ട് 48 വർഷമായി. അങ്ങനെ എന്നെ അധികാരികൾ ഏൽപ്പിക്കുന്ന ജോലി വളരെ സന്തോഷമായിട്ടും ഞാൻ ചെയ്തു. എനിക്ക് ഒന്നിലും ഒരു വിഷമമൊന്നും തോന്നിയിട്ടില്ല. അവരുടെ സപ്പോർട്ടൊക്കെ എനിക്ക് എപ്പോഴും ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ദൈവത്തിൻ്റെ കരം അതെനിക്കൊരു വലിയൊരു ഇതായിരുന്നു. എൻ്റെ തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. എല്ലായിടത്തും ദൈവം എന്നെ തൃപ്തിയാക്കും, എന്നെ നയിക്കും എന്നൊരു ബോധ്യം അന്നും ഇന്നും എനിക്കുണ്ട്. ഇന്ന് ഞാൻ 2018 തിരിച്ച് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഇങ്ങോട്ട് പോന്നു. പൂമല ഞങ്ങളുടെ ബത്തേരി ഞങ്ങൾക്കൊരു ഹൗസുണ്ട്. അവിടെയായിരുന്നു ഞാൻ 10 വർഷം ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു ജൂനിയർ മിസ്റ്റേഴ്സൊക്കെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് ഞാൻ അവിടെ നിന്ന് പോന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 6 വർഷമായി. എനിക്ക് പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് ഇപ്പോൾ ഇവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഈ ഓർഫനേജിൽ 27 പിള്ളേരുണ്ട്. ഇപ്പം ചെറിയ പിള്ളേരുമുണ്ട്, വലിയ പിള്ളേരുമുണ്ട്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള പിള്ളേരാണ് ഇവിടെയുള്ളത്. പ്രാർത്ഥനാ ജീവിതത്തിൽ പിള്ളേരെ കൊണ്ടുവരുവാനും പ്രാർത്ഥിപ്പിക്കുവാനും ഈ പള്ളി അടുത്തുള്ളത് കൊണ്ട് ഒത്തിരി സന്തോഷമാണ്. ഞങ്ങൾക്ക് നല്ല ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്ന പിള്ളേർ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ അതിനെല്ലാം അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും ടീച്ചേഴ്സിനെ പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും ഡോക്ടറുമായിട്ട് സംസാരിക്കാനും അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളുമുണ്ട്. പല വിധത്തിലും അവരെ മുമ്പോട്ട് നയിക്കുന്നുണ്ട്. ഇന്ന് ഈ നിലയിൽ ഇത്രയും കാലം ഞങ്ങൾ നോക്കി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ആപത്തും ഒന്നും സംഭവിക്കാതെ ഇന്ന് വരെ ഞങ്ങൾ നല്ല നിലയിൽ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. 1973 ജൂൺ 5 ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞ് പോസ്റ്റൻസി കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും ഫസ്റ്റ് പ്രൊഫഷന് പോകാനായിട്ട് മാനന്തവാടി പോയി 1 മാസത്തെ കോഴ്സിന് വേണ്ടി പോയി. അവിടെ പോയി 1 മാസത്തെ ക്ലാസ്സും പഠനവും ധ്യാനവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് മാനന്തേരി എന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഞങ്ങളുടെ വാനും ഒരു ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചു. ഞങ്ങളുടെ വാനിൽ 18 പേരുണ്ടായിരുന്നു. അതിൽ 18 പേരിൽ 4 സിസ്റ്റേഴ്സും മദറും അങ്ങനെ 5 പേര് മരിച്ചുപോയി. എൻ്റെ അടുത്ത് വരുന്ന ആളും പോയി, വലത്ത് വശത്ത് വരുന്ന ആൾ 2 പേരും മരിച്ചുപോയി. ആ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് എനിക്ക് എന്തോ പറ്റിയെന്ന് തോന്നി. അപ്പം ഞാൻ മരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ പോലെ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ദൈവമേ നീ എന്നെ മരിപ്പിക്കുകയാണോ? ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എത്ര നാളായിട്ട്, നീ എന്നെ മരിപ്പിക്കുകയാണോ? അതിങ്ങനെ ചോദിച്ചായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. ദീനസേവന സഭാ സ്ഥാപകയായ ദേവദാസ് മദർ പേത്ര പണി കഴിപ്പിച്ച മദർ ഹൗസ് പിന്നീട് 2017 മദർ പേത്രയുടെ മ്യൂസിയമായിട്ട് വിപുലീകരിച്ചു.
മദർ പേത്രയുടെ ബാല്യം മുതൽ മദർ പേത്രയുടെ മരണവും അതുപോലെ തന്നെ ദീനസേവന സഭയുടെ സ്ഥാപനവും അത് തുടർന്ന് ഇന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ചിത്രമാണ് ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് ലഭിക്കുക. ദീനസേവന സഭയുടെ മോട്ടോ സർവീസ് ഇൻ ചാരിറ്റി ആൻഡ് പോവർട്ടി എന്നാണ്. സ്നേഹത്തിലും ദാരിദ്ര്യത്തിലും അധിഷ്ഠിതമായ സേവനം. സഭയുടെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്ന സുപ്പീരിയർ ജനറൽസും അവരുടെ ടീം അംഗങ്ങളുടെയും ഫോട്ടോസാണിത്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്, അതുപോലെ തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പിന്നെ 2011 വരെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്ന മേശയാണിത്. പിന്നെ ഓസ്തി ഉണ്ടാക്കുന്ന ഉപകരണം, ലെപ്രസി കുഷ്ഠരോഗികൾക്ക് ചെരുപ്പ് തുന്നാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണമാണിത്. അതുപോലെ തന്നെ മെഴുകുതിരി ഉണ്ടാക്കുന്ന ഉപകരണം, അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ആദ്യ കാലഘട്ടങ്ങളിൽ ഡ്രസ്സ് കൊണ്ടുവരാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രങ്ക് പെട്ടിയാണിത്. ജർമ്മൻകാരിയായിരുന്ന മദർ പേത്ര ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഇന്ത്യൻ വനിതയെ പോലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ മദറിന് പ്രത്യേകമായിട്ട് ഒരു ഡിവോഷൻ, കുരിശിൻ്റെ വഴിക്ക് വേറോനിക്ക മുഖം തുടച്ച ആ തുണിയുടെ ചിത്രത്തിലുള്ളത് അത് ഈ ചിത്രമാണ്. അത് പ്രത്യേക ഒരു ഡിവോഷൻ മദർ പേത്രയ്ക്ക് ഈ ചിത്രത്തോടുണ്ടായിരുന്നു. അതേക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും മദർ ചെയ്യുമായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് മദർ പേത്രയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയവരുടെ ഫോട്ടോസാണിത്. അതുപോലെ തന്നെ സന്താനങ്ങളെ ലഭിച്ചവർ, വിവാഹം നടന്നത്, ഉന്നത വിജയം കരസ്ഥമാക്കിയത്, ജോലി കിട്ടിയവർ, വീട് ലഭിച്ചവർ, കടങ്ങൾ ഇളച്ച് ലഭിച്ചവർ എന്നിവരുടെ ഫോട്ടോസാണ് ഇവിടെയുള്ളത്. പേര് രാജേഷ് എന്നാണ്. ഇപ്പോട്ടും കോൺവെൻറ്റിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ മദർ പേത്രയെക്കുറിച്ച് കൂടുതലായിട്ട് മദർ പേത്ര ജീവിച്ച കാലഘട്ടത്തിലൂടെ എനിക്ക് അറിയില്ലായിരുന്നു. മറ്റുള്ളവരെ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ മദർ പേത്രയെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നാൽ മദർ പേത്രയുടെ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് മഹായാത്ര എന്ന നാടകത്തിലൂടെ കൂടുതൽ മനസ്സിലാക്കാനും മദർ പേത്രയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും എനിക്ക് സാധിക്കുകയുണ്ടായി. ഈ ഒരു പ്രോഗ്രാമിൻ്റെ നമ്മുടെ റിഹേഴ്സലിൻ്റെ സമയത്താണ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ്റെ ചികിത്സ സഹായത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രഥമൻ ചലഞ്ച് നമ്മൾ നടത്തുകയുണ്ടായി. ആ പ്രഥമൻ ചികിത്സയിലൂടെയാണ് സംഘടനയാണ് അത് ഏറ്റെടുത്ത് നടത്തിക്കുകയുണ്ടായി. ആ സമയത്ത് പ്രഥമൻ ഇറക്കുന്ന സമയത്ത് കൈകൾ വഴുതിയിട്ട് എൻ്റെ കാലിലേക്ക് പ്രഥമൻ മറിയുകയും വളരെയധികം വേദനയും അതോടൊപ്പം വളരെ പുകച്ചിലുമുണ്ടായി. എന്നാൽ ആ നിമിഷം തന്നെ ഞാൻ മദർ പേത്രയോട് പ്രഥമൻ പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നാൽ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നീറ്റൽ ഇല്ലാതാവുകയും ഒരു കുമ്പള പോലും എൻ്റെ കാലിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം മദർ പേത്രയെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ദേവദാസി മദർ പേത്ര അന്നും ഇന്നും എന്നും ഞങ്ങൾക്കൊരമ്മയാണ്. പുത്തൻ തീരുമാനങ്ങളുമായി പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കണം, സേവിക്കണമെന്ന അതിയായ ദീക്ഷതയോടുകൂടി ദൈവവചനം സ്വന്തമാക്കി തീർത്ത് അത് പ്രാവർത്തികമാക്കിയ മദറാണ്. ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്ത മാതൃകയും പ്രചോദനവുമാണ് ഇന്നും ഞങ്ങളെ ദീനദാസികളായി വഴി നടത്തുന്നത്. ഭവനമില്ലാത്തവർക്ക് ഭവനവുമായും രോഗികൾക്ക് സംരക്ഷകയായും അനാഥർക്ക് ആലംബമായും അങ്ങനെ മദർ ഇന്നും ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിലെല്ലാം ജീവിക്കുന്ന വ്യക്തിയായി തീരുന്നു. ഇന്ന് ദീനസേവന സഭ ഇന്ത്യയിലും വിദേശത്ത് ജർമ്മനി, അമേരിക്ക, റോം എന്നുള്ള സ്ഥലങ്ങളിൽ ആയിട്ട് 360ഓളം സിസ്റ്റേഴ്സ് 50 രൂപതകളിലായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ ഞങ്ങളുടെ സഭ 4 പ്രോവിൻസുകളായിട്ട് ആണ് വിഭജിച്ചിരിക്കുന്നത്. കേരളം, മഹാരാഷ്ട്ര, പഞ്ചാബ് അടങ്ങിയ അമല പ്രോവിൻസ്, കർണാടക, തമിഴ്നാട് അടങ്ങിയ നിർമ്മല പ്രോവിൻസ്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് അടങ്ങിയ വിമല പ്രോവിൻസ്, നോർത്ത് ഇന്ത്യ, ജാർഖണ്ഡ്, MP, UP, ഛത്തീസ്ഗഡ് എന്നീ പ്രദേശങ്ങളടങ്ങിയ
അമൽജ്യോതി വൈസ് പ്രോവിൻസ് എന്നീ 4 പ്രോവിൻസുകളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അമല പ്രോവിൻസിൽ 36 കോൺവെൻറ്റുകളാണ് കേരളത്തിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമായിട്ട് ഉള്ളത്. 12 രൂപതകളിൽ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സന്തോഷപ്രദമായിട്ടുള്ള സമർപ്പണ ജീവിതം 50 വർഷക്കാലം നയിച്ചുകൊണ്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിച്ചതിന് ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ദൈവത്തിനാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ എന്നെ ഈ നിലയിലേക്ക് വളർത്തിയ ദീനസേവന സഭയെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ടും ഞാൻ നിർത്തട്ടെ. എൻ്റെ പേര് വിമല ആൻ്റണി. എന്നെ ഇവിടെ പട്ടുവത്ത് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. 95-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. 94-ൽ ഞാൻ ഇവിടുത്തെ ഓർഫനേജിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരമാണ് എനിക്ക് മദറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. മദർ മരിച്ചതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. അപ്പം മദറിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ സ്റ്റേഴ്സൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അപ്പം ഭയങ്കര കള്ളുകൂടിയൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്ന് മദറിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അപ്പൻ്റെ കള്ളുകൂടിയൊക്കെ മാറുകയുണ്ടായി. അതിനുശേഷം മൂത്തമ്മ ബിടെക്കിന് പഠിക്കുകയായിരുന്നു. അവനെപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. തൃശ്ശൂരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന. എല്ലാ ലീവിന് വരുമ്പോഴും മദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞായിരുന്നു, എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ മദറിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ അവൻ്റെ ജോലി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അവന് ജോലി ലഭിക്കുകയുണ്ടായി. അതിലൊരു 10 പൈസ പോലും സാമ്പത്തിക സഹായം നമുക്ക് ചെയ്യേണ്ടി വന്നില്ല. ടിക്കറ്റ് വിസ എല്ലാം UAE ഒരു നല്ല കമ്പനിയിലായിരുന്നു ജോലി കിട്ടിയത്. അത് കിട്ടിയത് മദർ പേത്രൻ്റെ ഒറ്റ കാരുണ്യത്തിലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനതിവിടെ വന്ന് സാക്ഷ്യപ്പെടുകയും തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ മോൻ ജോലിക്ക് പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേയായിരുന്നു എനിക്ക് തൈറോയിഡിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പോൾ അവൻ പോയ ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് അറിയുന്നത് തൈറോയിഡ് ക്യാൻസറാണെന്ന്. പിന്നെ ഡോക്ടർ കോഴിക്കോടേക്ക് വിട്ട് ഞങ്ങൾ അവിടെ പോയി ഡോക്ടറായിട്ട് സംസാരിച്ചു. 2 മാസം കഴിഞ്ഞ് എല്ലാം പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് നോക്കിയപ്പോൾ പിന്നെയും വ്യത്യാസം കണ്ടു. അങ്ങനെ റേഡിയോ ഐഡിൻ തെറാപ്പി ചെയ്യാൻ വേണ്ടി എന്നെ പറഞ്ഞു. 2-3 മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യാൻ പോയി. ആദ്യത്തെ റേഡിയേഷൻ്റെ ഇതിൽ തന്നെ 1-2 സ്ഥലത്തേക്ക് ക്യാൻസറിൻ്റെ ഇത് സ്പ്രെഡായിട്ടുണ്ടെന്ന് കണ്ടു. അങ്ങനെ റേഡിയേഷൻ ചെയ്ത് അതിൻ്റെ ചികിത്സയിലെല്ലാം 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടറിന് ഒന്നുകൂടെ നോക്കണം, എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ ഒക്ടോബർ മാസം രണ്ടാമതും പോയി. അങ്ങനെ പോയി ആദ്യത്തെ ഇതിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമായിരുന്നു. ആ സ്കാനിങ്ങിൽ എൻ്റെ വലതുവശത്തെ ഭാഗത്ത് ചെറിയ കഴലുകൾ ഇങ്ങനെ ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു എന്താ. അന്നേരം പറഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ റിപ്പോർട്ടാണ് ഇത്. എന്നിട്ട് ഞാൻ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം റേഡിയേഷന് പോകുന്നത്. ഞാൻ അന്ന് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മദറിനോട്, എന്നെ ഇതിൽ നിന്നൊന്ന് മോചിപ്പിച്ച് തരുമോ. റേഡിയേഷൻ കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. അങ്ങനെ ഞാൻ പേടിച്ച് വിറച്ചായിരുന്നു റേഡിയേഷൻ്റെ റൂമിലോട്ട് ചെന്നത്. ദൈവം ഇനി എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് ഓർത്ത് ഞാൻ മദറിനോട് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. റേഡിയേഷൻ ചെയ്ത് പുറത്തിറങ്ങി റിപ്പോർട്ടെല്ലാം വന്നപ്പോൾ ഡോക്ടർ പറയുന്നു എൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ ഒരു കണികയുമില്ല എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടാണിത്. അതിന് മുമ്പാണ് വലതുവശത്തുള്ളതാണ് ഇങ്ങനെ കാണിച്ചത് 2 ദിവസം മുന്നേ. അത് മദറിൻ്റെ ഒറ്റയൊരു പ്രാർത്ഥനയിൽ മദർ എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഞാനിന്ന് രോഗമുക്തിയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മരണശേഷം കുറേ നാളുകൾക്ക് ശേഷമാണ് മദർ പേത്രായുടെ നാമകരണ നടപടിക്രമങ്ങൾ തുടങ്ങുക. കുറേയധികം രേഖകൾ സിസ്റ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. അവയെല്ലാം കളക്ട് ചെയ്തു. ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ അത് പഠിച്ചു. അതേ തുടർന്ന് ദൈവിക പണ്ഡിതന്മാർ അത് പഠിക്കുകയുണ്ടായി. അതിനുശേഷം അവളുടെ പ്രവർത്തനത്തിലോ അവളുടെ എഴുത്തുകളിലോ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും എതിരായിട്ട് ഒന്നുമില്ല എന്നും മാത്രമല്ല അവൾ സ്നേഹത്തെ പ്രതി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും വീരോചിതമായ പുണ്യത്തിൻ്റെ അഭ്യസനവുമൊക്കെ പഠിച്ച് കണ്ണൂർ രൂപതയിലെ അതുപോലെ അവൾ ജോലി ചെയ്ത മറ്റ് മേഖലകളിലൊക്കെ ഇവളെക്കുറിച്ച് ഇങ്ങനെ വിശുദ്ധിയുടെ ഖ്യാതിയുള്ളതുകൊണ്ട് അവരുടെ നാമകരണ നടപടികൾ തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് അറിയിക്കുകയും അതിന് ഫലമായിട്ട് ദൈവജന സ്വരം ശ്രവിച്ചു. അതിനുശേഷം സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് രൂപതാതല പ്രക്രിയയിൽ കോടതി സ്ഥാപിച്ച്
നിയമപരമായിട്ടുള്ള ആളുകൾ വഴിയായിട്ട് പഠനം പൂർത്തിയാക്കി ലാറ്റിൻ സഭയുടെ കോൺഫറൻസ് ഓഫ് ബിഷപ്സ് കേരളത്തിലെ അവിടെയും ഇത് പ്രസൻറ്റ് ചെയ്തതിനു ശേഷം അവരുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷമാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ പ്രക്രിയ തുടങ്ങുന്നത്. അങ്ങനെ ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് റോമിൽ സമർപ്പിച്ചു. റോമിൽ സമർപ്പിച്ചതിന് ശേഷം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായിട്ട് അത് ഔദ്യോഗികമായി ആ പെട്ടി സുരക്ഷിതമായി എടുക്കുകയും അത് തുറക്കുകയും അതിനുശേഷം അത് നിയമപരമായി രൂപതാ തലത്തിലെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തി അതിൻ്റെ ഡിഗ്രി പ്രിഫെക്റ്റ് ഓഫ് ദ കോൺഗ്രിഗേഷൻ തരുകയും ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ റോമിലെ ആദ്യത്തെ തലമായിട്ടുള്ള ഒരുക്ക തലം, പ്രിപ്പറേഷൻ ഓഫ് ദി സ്റ്റഡി മെറ്റീരിയൽ, ഇവിടെ നിന്ന് കൊടുത്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഡോസിയറിൻ്റെയും കൂടെ സംക്ഷിപ്തമായി അത് ചുരുക്കി എഴുതി അവിടുത്തെ നിയമങ്ങളും മെത്തഡോളജിയും ഒക്കെ അനുസരിച്ച് പൊസീസിയോ തയ്യാറാക്കി നമ്മൾ ഡിക്കാസ്ട്രി ഫോർ ദി കോസസ് ഓഫ് ദി സെയിൻസിൽ സമർപ്പിച്ചു. ഇത്രയുമാണ് ഇപ്പോൾ പ്രധാനമായി നടന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചരിത്ര പണ്ഡിതന്മാരുടെ പഠനത്തിനായി അത് സമർപ്പിച്ചിരിക്കുന്നു. ഇനിയും അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കുന്നത് കണ്ടെത്തലുകളിൽ ഇനിയും എല്ലാം വളരെ വ്യക്തമാണെന്നും കുറവുകളൊന്നുമില്ല എന്നും അവർ പറയുകയാണ് എങ്കിൽ അത് തിയോളജിക്കൽ കൺസൾട്ടേഴ്സിൻ്റെ കയ്യിലേക്ക് ചെല്ലും. അവിടെ അവരും ഇപ്രകാരം ദൈവിക പുണ്യങ്ങളും മൗലിക പുണ്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ വീരോചിതമായി മദർ പെട്ര മേനിങ്മാൻ അഭ്യസിപ്പിച്ചിരുന്നു തൻ്റെ ജീവിതത്തിൽ എന്ന് അവർ തെളിയിക്കണം, അല്ലെങ്കിൽ അതിനകത്തുനിന്ന് പഠിച്ച് അതിൻ്റെ വിധി പ്രസ്താവിച്ച് അംഗീകരിക്കണം. അതാണ് അതിനു വേണ്ടിയിട്ട് ഒരു റിലേറ്ററിൻ്റെ കീഴിലാണ് പൊസീസിയോ പോസ്റ്റ്ലേറ്ററും ഒരു എക്സ്റ്റേണൽ കൊളാബറേറ്ററും കൂടിയിട്ട് അല്ലെങ്കിൽ തനിച്ച് ഒക്കെ അത് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയുള്ളത് പ്രിപ്പയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയും അത് അവരുടെ ഈ വിധി പ്രസ്താവിക്കൽ വന്നു കഴിഞ്ഞാൽ അത് രണ്ടും പോസിറ്റീവായിരിക്കും. ഹിസ്റ്റോറിക്കൽ കമ്മീഷൻ്റെയും കൺസൾട്ടേഷൻ്റെയും തിയോളജിക്കൽ കൺസൾട്ടേഷൻ്റെയും വിധി ക്രിയാത്മകമായി അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഒരു കോൺഗ്രസ്സിലെ ഡിക്കാസ്ട്രി ഫോർ ദി കോസ് ഓഫ് ദി സെയിൻസിലെ ഒരു ഓർഡിനറി കോൺഗ്രസ്സിൽ അത് ചർച്ച ചെയ്ത് അവിടെ കർദിനാൾമാരും ബിഷപ്പുമാരും തിയോളജിയൻസും ഒക്കെ കൂടി അത് ചർച്ച ചെയ്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ കാര്യം മാർപ്പാപ്പായെ കോൺഗ്രിഗേഷൻ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റ് ധരിപ്പിക്കും. അങ്ങനെ അത് മാർപ്പാപ്പയ്ക്കും ബോധ്യമായാൽ അത് അദ്ദേഹം ഒപ്പിട്ട് കഴിയുമ്പോൾ ധന്യ എന്ന പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ട മദർ പേത്ര ഉയർപ്പിക്കപ്പെടും. ഇപ്പോൾ ഈ സ്റ്റേജിലാണ് മദർ പേത്രയോട് അനുബന്ധമായിട്ടുള്ള റോമൻ തല പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.